നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കാത്ത ബ്രിട്ടനെതിരെ കടുത്ത അവഹേളനവുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. തങ്ങളുടെ കപ്പലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രിട്ടന്റെ വിമാനവാഹിനി കപ്പലുകൾ വെറും കളിപ്പാട്ടം മാത്രമാണെന്നാണ് ട്രംപ് പറഞ്ഞത്. നാറ്റോ സഖ്യകക്ഷികളുടെ കഴിവുകളെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു അറ്റ്ലാന്റിക്കിന്റെ മറുകരയിലുള്ള പ്രത്യേക പരിഗണനയുള്ള സുഹൃത്ത് രാജ്യത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്. തങ്ങളുടെ വിമാനവാഹിനി കപ്പൽ അയക്കാമെന്ന് ബ്രിട്ടൻ വാഗ്ദാനം നൽകിയെന്നും അത് മികച്ച വിമാനവാഹിനി കപ്പലല്ല എന്നുമായിരുന്നു വൈറ്റ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത്. അമേരിക്കൻ വിമാനവാഹിനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാണതെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് വിമാനവാഹിനി അയക്കാമെന്ന് പറഞ്ഞപ്പോൾ നന്ദിയോടെ താനത് വേണ്ട എന്ന് പറഞ്ഞുവെന്നും ട്രംപ് പരിഹസിച്ചു. സംഘർഷം ആരംഭിച്ച സാഹചര്യത്തിൽ ഇറാനെ ലക്ഷ്യം വയ്ക്കാനായി US സംയുക്ത സൈനിക സ്ഥാനമായ ഡിഗോ ഗാഷ്യ ഉപയോഗിക്കാൻ അനുവദിക്കാത്തതിൽ താൻ അസംതൃപ്തനാണെന്നും ട്രംപ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. അങ്ങനെയായിരുന്നെങ്കിൽ ഇറാനെ ലക്ഷ്യം വെച്ച് B-2 ബോംബർ ഉപയോഗിക്കാമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. HMS ക്യൂൻ എലിസബത്തോ അല്ലെങ്കിൽ HMS പ്രിൻസ് ഓഫ് വെയിൽസോ മധ്യപൂർവേഷ്യയിലേക്ക് അയക്കാൻ ബ്രിട്ടൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ട്രംപിന്റെ അവകാശവാദം ഡൗണിംഗ് സ്ട്രീറ്റ് നിഷേധിച്ചതിന് പിറകെയാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം സൂപ്പർമാർക്കറ്റുകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുതിച്ചുയർന്നതോടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്ന് ബ്രിട്ടീഷ് ജനത പരാതിപ്പെടുന്നു. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വരും മാസങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയോളമായി വർദ്ധിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാകുന്ന സാഹചര്യത്തിലാണിത്. പല വ്യഞ്ജനങ്ങളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും വില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ പലരും തങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ വിവരിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ UK ഭക്ഷ്യവസ്തുക്കളുടെ റീറ്റെയിൽ വില കോവിഡ് പൂർവ്വകാലത്തേക്കാൾ 38% കൂടുതലാണ്. മധ്യപൂർവേഷ്യയിലെ സംഘർഷം തുടരുകയാണെങ്കിൽ ഇത് ഇനിയും വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ വരും മാസങ്ങളിൽ 8% വർധനവുണ്ടാകുമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രോസറി ഡിസ്ട്രിബ്യൂഷനിലെ വിദഗ്ധർ പറയുന്നത്. വേനലാകുമ്പോഴേക്കും ഇത് ഇരട്ടിയോളമായി വർദ്ധിക്കുകയും ചെയ്യും. നിലവിലെ 3.6% എന്ന നിലയിൽ നിന്നും ഭക്ഷ്യ പണപ്പെരുപ്പം 2026 ജൂൺ ആകുമ്പോഴേക്കും 8% വർദ്ധിക്കുമെന്നാണ് ഏറ്റവും പുതിയ പ്രവചനം. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ വിള്ളലുകളും ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയും ഒരേപോലെ ബ്രിട്ടനെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള പ്രത്യേക സൗഹൃദത്തിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പരിഹാസങ്ങൾ നാറ്റോ സഖ്യത്തിനുള്ളിലെ അസ്വാരസ്യങ്ങൾ പരസ്യമാക്കുന്നു. ബ്രിട്ടന്റെ സൈനിക ശേഷിയെ കളിപ്പാട്ടങ്ങളോട് ഉപമിച്ച് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കും. മറുവശത്ത് യുദ്ധഭീതി ഉയർത്തുന്ന പണപ്പെരുപ്പവും ജീവിത ചെലവ് വർധനവും സാധാരണക്കാരായ ബ്രിട്ടീഷ് ജനതയുടെ നടുവൊടിക്കുന്നു. 2026 പകുതിയോടെ ഭക്ഷ്യവിലയിൽ വൻ വർധനമുണ്ടാകുമെന്ന പ്രവചനങ്ങൾ രാജ്യത്തെ കാത്തിരിക്കുന്നത് കഠിനമായ ദിനങ്ങളാണെന്ന സൂചനയാണ് നൽകുന്നത്. പുറമേ നിന്നുള്ള നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും അകത്തെ സാമ്പത്തിക തകർച്ചയ്ക്കും ഇടയിൽ ബ്രിട്ടീഷ് സർക്കാർ എത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും രാജ്യത്തിന്റെ വരുംകാല സാഹചര്യം. എന്തായാലും ബ്രിട്ടനെ കളിയാക്കിക്കൊണ്ടുള്ള അമേരിക്കയുടെ പ്രസ്താവനകൾ നാറ്റോ സഖ്യത്തിലെ വിള്ളലുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രിട്ടൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇക്കാര്യത്തിൽ തന്നെ ബ്രിട്ടനുള്ളിൽ തന്നെ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് വരുന്നത്. ഈ പ്രതിസന്ധികളും ബ്രിട്ടൻ ഇതേ സമയത്ത് തന്നെ പരിഗണിക്കേണ്ട സാഹചര്യമാണുള്ളത്.